Hi friends, welcome to Sans Health Tbsp. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ബ്രിഞ്ചാൽ ഗാർലിക് മസാലയാണ്. അപ്പം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാലേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ബ്രിഞ്ചാൽ ഗാർലിക് പീനട്ട് മസാലയ്ക്ക് നമുക്ക് വേണ്ടത് ബ്രിഞ്ചാൽ വഴുതനങ്ങ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ മല്ലിപ്പൊടി വേണം, പച്ചമുളക് ഒരു 2 തൊട്ട് 4 എണ്ണം വേണം, എരിയുടെ അനുസരിച്ചെടുക്കാം. പെരിഞ്ജീരകം, കപ്പലണ്ടി ഞാൻ ഒന്ന് വറുത്ത് തൊലി കളഞ്ഞതാണ്. പിന്നെ വെളുത്തുള്ളി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് വഴുതനങ്ങ എടുക്കുമ്പം നമ്മൾ നോക്കേണ്ടത് നമുക്ക് വയലറ്റ് കളറിൽ വഴുതനങ്ങയാണ് വേണ്ടത് അല്ലേ. ഇങ്ങനത്തെ അടി റൗണ്ട് ആയിട്ടിരിക്കുന്ന വഴുതനങ്ങ വേണം. ചെറിയ വഴുതനങ്ങ എടുക്കാം, ഒത്തിരി വലുതൊന്നും എടുക്കല്ലേ. അപ്പം നമുക്ക് തയ്യാറാക്കാം നമ്മുടെ ഗ്രേവി. നമുക്കൊരു പാൻ എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിരിക്കുന്നു. എണ്ണ എടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊന്നും എടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ ഒന്നും എടുക്കല്ല, സാധാ എണ്ണ മാത്രം എടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകൊന്ന് നടുവേ കീറി ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്തെടുക്കുമ്പം ശ്രദ്ധിക്കണം, പച്ചമുളകാകുമ്പോൾ പൊട്ടിത്തെറിക്കും, ശ്രദ്ധിക്കുക. നമുക്കിതിലോട്ട് നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലോട്ടെല്ലാം ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിനകത്തിൽ കുറച്ച് കറ ഇളകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണാണ് എടുത്തത്. ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റിൽ. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കണം. ഒന്ന് അടച്ചു വെക്കണം. വഴുതനങ്ങയ്ക്ക് ഒത്തിരി വേവൊന്നുമില്ല, ഒന്നതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് അതൊന്ന് ഫ്രൈ ആവുന്ന ഒരു പരുവം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തന്നെ ഇരുന്നൊന്ന് ഫ്രൈ പരുവം ഒന്നാവും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലയ്ക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് കപ്പലണ്ടിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും, ഇത്രയും സാധനമാണ് പൊടിച്ചെടുക്കേണ്ടത്. നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് എടുക്കണം. അരയ്ക്കുകയും ചെയ്യില്ല, പൊടി മാത്രം എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങ നല്ലോണം ഒന്ന് ഫ്രൈ പരുവമായി വന്നിട്ടുണ്ട്. വെന്ത് ഒന്ന് ഫ്രൈ ഒന്ന് ചെറിയ ചുരുങ്ങി, അത്ര എഴുത്ത വഴുതനങ്ങ ഒന്നുമില്ല ഇപ്പോൾ ഫ്രൈ ആയി വന്നപ്പം. ഈ ഒരു പരുവം പോലെ വേണം. ഇതിലോട്ട് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുടെ ആവശ്യമുള്ളൂ, ക്വാണ്ടിറ്റി അനുസരിച്ച്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു മണം മാറുന്ന വരെ, പച്ചമണം മാറുന്ന വരെ. അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ മസാലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം മസാലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ മസാല തന്നെ ഒന്ന് കഴുകിയെടുത്ത വെള്ളം ഞാനിപ്പോൾ മിക്സിയിൽ ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് അതൊന്ന് ഒഴിച്ചു കൊടുത്തു. മസാല വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് ഗ്രേവി എത്ര വേണമെന്ന്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുമ്പം ഗ്രേവി എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കപ്പലണ്ടി ആയതുകൊണ്ട് ഗ്രൗണ്ട്നട്ട് ആയതുകൊണ്ട് അത് തിളയ്ക്കുന്നതിനനുസരിച്ച് കുറുകി വരും. അപ്പം നമുക്ക് അതിൻ്റെ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നല്ല അങ്ങ് ഗ്രേവിയാവും, നല്ല തിക്കായി പോകും. അപ്പം നല്ലോണം അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. തിളച്ചപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം, കാരണം ഇരിക്കുന്നതിനനുസരിച്ച് അതൊന്ന് കട്ടിയായി വരത്തേയുള്ളൂ ഗ്രേവി. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് ഇച്ചിരി ഒന്ന് ലൂസാക്കി കൊടുക്കണം. ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഗ്രേവി പരുവം വേണം. ചിലർക്ക് തിക്നെസ് വേണം, തിക്കായിട്ട് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി ഉപ്പും കൂടെ ഒന്ന് നോക്കണം. എനിക്ക് ഉപ്പ് പാകമായിരുന്നു. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റിൽ ഇതിന് മേലോട്ട് ഇച്ചിരി ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല മതി, അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഉള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്, അവിടെ ഓൾ നിവർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.